ഹായ് ഡാ അമ്മൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അച്ചാർ മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ എന്ന്. അതുകൊണ്ടല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഓരോ ദിവസം ഓർഡർ ഉണ്ടായിരുന്നു അച്ചാറിൻ്റെ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും രാത്രിയിൽ വന്നിട്ടാണ് ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ദാ ഈ ഒരു പാകത്തിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കിത് ചെറുതായിട്ടോ നീളത്തിലോ കനം കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ മാങ്ങ അരിയുന്ന പോലൊക്കെ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ചട്ടി വെച്ചിട്ട് സെയിം നമ്മുടെ ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. നമ്മളെല്ലാ അച്ചാറിനും ചെയ്യുന്ന പോലെ തന്നെ ഉലുവയിട്ടു, എന്നിട്ട് ആ കടുകും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് വഴറ്റാം. ഞാൻ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്, ബീട്രൂട്ട് ആയതുകൊണ്ട് 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബീട്രൂട്ടും കൂടെ അതിലേക്ക് ചേർക്കാം. അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ബീട്രൂട്ടിന് നല്ല വേവുള്ളതായതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അതിനകത്തേക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ബീട്രൂട്ടിൻ്റെ വേവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പൊടിയായിട്ട് അരിയുന്ന പോലെയല്ല, ഇതിങ്ങനെ കഷ്ണമായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് അത്യാവശ്യം കുറച്ച് വേവുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് നമ്മുടെ ചെറിയ ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്തിനാ വെച്ചെന്നറിയാലോ, അതിലേക്ക് നമ്മുടെ പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇന്നലെ നമ്മൾ ഡേറ്റ്സിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് പൊടികളൊന്ന് ചൂടാക്കി നല്ല പോലെ ബ്രൗൺ കളറാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ബീട്രൂട്ട് മൂടി അവിടെ വെച്ചിരുന്നാൽ പോരാ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പോൾ ദാ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർക്കാം. ഈ പൊടികൾ നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് ചേർക്കുന്നത് കൊണ്ട് ഇനി ഇത് ഒരുപാട് നേരം ഇതിനകത്തിലിട്ട് മൂപ്പിക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കറുത്ത കളറിൽ ബീഫ് പോലെ ഇരിക്കുന്നത് കണ്ടോ. നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ പോലെയാണ് നമ്മുടെ ബീട്രൂട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി അല്ലെങ്കിൽ കുറച്ചും കൂടി ചാറ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വിനാഗിരി ചേർക്കാം കേട്ടോ. ഇത് നമ്മുടെ മീനച്ചാറാണേ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കി, ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ് രണ്ടും. അപ്പോൾ മീനച്ചാറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാത്തത്, നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളത് ആ ഉപ്പ്, അതിന് ശേഷം നമ്മൾ ഇത്തിരിയും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ചേർത്തത് 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ആ ഉപ്പും പുളിയും എല്ലാം കൂടെ. എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പോൾ ഞാൻ നോയമ്പായതുകൊണ്ട് മറ്റേ അച്ചാറൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല. അപ്പം ബീട്രൂട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല പുളിയും എരിവും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അച്ചാർ. അപ്പോൾ എല്ലാവരും വേഗം പോയി ഒരു 2 ബീട്രൂട്ട് എടുത്തിട്ട് വേഗം അച്ചാർ ഉണ്ടാക്കിക്കോ, ഇന്നത്തെ ഉച്ചയൂണിന് കഴിക്കാം. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.